കഴക്കൂട്ടത്ത് നഗരസഭയുടെ സോണൽ ഓഫീസ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുന്നുണ്ട്. കച്ചവടം നടത്തിവന്ന മീനുകൾ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ബലമായി പിടിച്ചെടുത്തു എന്നാരോപിച്ചാണ് പ്രതിഷേധം. അഞ്ജു ഉണ്ട്. അഞ്ജു, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്താണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്? അഞ്ജുവിലേക്ക് എത്താം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, അത് കഴക്കൂട്ടം നഗരസഭയുടെ സോണൽ ഓഫീസാണ്. ഈ ഓഫീസിന് മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മത്സ്യത്തൊഴിലാളികൾ കച്ചവടം നടത്തി വന്ന മീനുകൾ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ബലമായി പിടിച്ചെടുത്തു എന്നാരോപിച്ചാണ് ഈ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ജു ഉണ്ട്. അഞ്ജു, ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഉദ്യോഗസ്ഥരുടെ നിലപാടെന്താണ്? സേതു, ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. 11 മണിയോടുകൂടിയാണ് ഈ തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഈ മീൻ വിൽപ്പനക്കാരുടെ ഇടയിൽ നിന്ന് ഈ മീൻ കൊട്ടയുൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. രാവിലെ 11 മണിക്ക് കൊണ്ടുപോയതാണ്. എന്നിട്ട് അത് വിട്ട് കിട്ടാൻ വേണ്ടി അവർ കുറെ സമയം കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വിട്ട് കിട്ടാത്തതിനെ ചൊല്ലിയാണ് ഇപ്പോൾ സോണൽ ഓഫീസ്, നഗരസഭയുടെ സോണൽ ഓഫീസിന്റെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അവർ പറയുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപയുടെ മീനാണ് തങ്ങൾക്ക് നഷ്ടമായത്. അതിന്റെ കച്ചവടമാണ് നഷ്ടമായത്. അതായത് ഇവർക്ക് കൃത്യമായിട്ടൊരു സ്ഥലം ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അവിടെ വൃത്തിഹീനമായ അന്തരീക്ഷമായതിനാൽ ആളുകൾ ഈ മത്സ്യം വാങ്ങിക്കാൻ എത്തുന്നില്ല. അത് തങ്ങൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ അവർക്ക് ഏർപ്പെടുത്തി കൊടുത്ത സ്ഥലത്തിന് പുറത്ത് പോയി ഇവർ മത്സ്യം വിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത് കണ്ടിട്ടാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം 11 പേരുടെ കയ്യിൽ നിന്നുള്ള ഈ മീൻ വിൽപ്പന നടത്തുന്ന സമയത്ത് നിന്ന് അവരിൽ നിന്ന് ബലമായി ഇത് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനെ തുടർന്നാണ് ഈ സോണൽ ഓഫീസറുടെ ഓഫീസ് ഈ മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചത്. മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള 11-ൽ പരം സ്ത്രീകളാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ പ്രതിഷേധം അവിടെ അവർ രേഖപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സേതു. ഓക്കെ അഞ്ജു, ശരി.